അങ്ങനെ ഒരു ഫസ്റ്റ് ഹാഫ് ഒക്കെ അങ്ങോട്ട് കഴിയുമ്പോൾ നമ്മൾ ചിരിക്കും, കരയും ചിരിക്കും, അങ്ങനെ ചിരിച്ച് കരഞ്ഞ് നമ്മൾ ഈ ഒരു ട്രാക്കിലേക്ക് അങ്ങ് കയറും. ഇത്രയും നേരം നിങ്ങൾ കേട്ടത് ഒരു മൂവി റിവ്യൂ ഒന്നുമല്ല. ഒരു ഫിനാൻഷ്യൽ ബാക്കപ്പും ഇല്ലാത്ത ഞാൻ ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങിയപ്പോൾ എനിക്ക് പറ്റിയ കുറച്ച് പ്രശ്നങ്ങളാണ്. ബൈ ദ വേ, ഞാൻ അക്ഷയ, ഞാനൊരു കഫേ ബ്രാൻഡ് ഓണറാണ്. ഞാനും എൻ്റെ ഹസ്ബൻഡും കുറച്ച് നാൾക്ക് മുമ്പ് സ്റ്റാർട്ട് ചെയ്തൊരു കഫേയാണ് ചോക്കോബെറി. നല്ല ടേസ്റ്റും ക്വാളിറ്റിയുള്ള ഡെസേർട്ട്സ് അത്യാവശ്യം അഫോർഡബിൾ റേറ്റിൽ കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കുക എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ഒരു കോൺസെപ്റ്റ്. അങ്ങനെ തള്ളിക്കളയരുത്, ബേസിക്കലി അത് നല്ലൊരു കോൺസെപ്റ്റ് ആണ്. പക്ഷെ എന്ത് തുടങ്ങുന്നതിന് മുമ്പും ബേസിക് ആയിട്ട് നമുക്ക് വേണ്ടത് ക്യാഷ് ആണ്. അതില്ലാണ്ട് പോയതായിരുന്നു ഞങ്ങളുടെ ഏറ്റവും വലിയ പ്രശ്നം. പക്ഷെ ഞാൻ ഇതൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് പല മോട്ടിവേഷൻ സ്പീക്കേഴ്സും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് ഭയങ്കര ഇന്റൻസ് ആയിട്ട് ഒരു പാഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങോട്ട് ഇറങ്ങാം, വഴികളൊക്കെ തനിയെ കാണിച്ചു തരും, എന്തൊക്കെയോ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷെ എന്റെ കാര്യത്തിൽ മാത്രം അതൊന്നും നടന്നിട്ടില്ല. ഇതിന്റെ ആദ്യഘട്ടങ്ങളിൽ ഞാൻ പെരുവഴി അല്ലാണ്ട് വേറെ ഒരു വഴിയും കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് നല്ല ഫ്രണ്ട് സർക്കിൾ ഉണ്ട്, ഫാമിലി ഉണ്ട്, നല്ല അടിപൊളി സിബ്ലിങ്സ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരെ ഒന്നും കണ്ടിട്ട് ഒന്നും സ്റ്റാർട്ട് ചെയ്യരുത്. കാരണം സ്ട്രഗിൾ ചെയ്യുന്നവന്റെ കൂടെ നിൽക്കാൻ ആരും കാണില്ല. പണ്ടൊക്കെ ഒരു ഫ്രണ്ട് സർക്കിൾ അല്ലെങ്കിൽ ഒരു ഫാമിലി സർക്കിൾ ആയിരുന്നെന്നുണ്ടെങ്കിൽ ഇപ്പൊ അത് രണ്ട് ഡോട്ട് മാത്രമായിട്ട് നമ്മൾ പ്രതീക്ഷിച്ചവരെല്ലാരും നമ്മളെ തള്ളി പറയുമ്പോഴും യാതൊരു ബന്ധവും ഇല്ലാത്ത, നമ്മളുമായിട്ട് യാതൊരു ബ്ലഡ് റിലേഷൻ ഇല്ലാത്ത ചിലരായിരിക്കും അത്ര ഇന്റൻസ് ആയിട്ട് കൂടെ നിൽക്കുന്നത്. ഫിനാൻഷ്യൽ ഇഷ്യൂസ് ആയിരുന്നു നമ്മുടെ ഏറ്റവും വലിയൊരു പ്രശ്നം. പിന്നെ ഞാൻ എങ്ങനെ ആ ഒരു ഫിനാൻഷ്യൽ ഇഷ്യൂസ് ഓവർകം ചെയ്തു, ആൻഡ് മാളിൽ ഉണ്ടായിരുന്ന ഷോപ്പിനെ എങ്ങനെയാണ് മാർക്കറ്റിലേക്ക് സ്കെയിൽ ചെയ്തത് എന്നൊക്കെയുള്ളത് പാർട്ട് 2 വീഡിയോയിൽ ഞാൻ അപ്ലോഡ് ചെയ്യാം.